ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ശരിക്കും നമുക്കറിയാം, നമ്മുടെ ചെടികളൊക്കെ അല്പം മോശമായിട്ടിരിക്കണം, നല്ല അത്യാവശ്യം ഈൽഡുണ്ടായിരുന്നു. പിന്നെ കാറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ചെടിയൊക്കെ ഒടിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ചിമ്പടിക്കാനായിട്ട് നമ്മൾ കുറച്ച് ജൈവവള പ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ തമിഴ്നാട്ടിൽ പോയി കമ്പത്ത് പോയി അത് കളക്ട് ചെയ്ത് അത് പൊടിച്ച് അതിൻ്റെ കൂടെ അല്പം രാസവളങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ തന്നെ ഒരു കോമ്പോ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനായിട്ട് നമ്മളിന്ന് ഹൈ റേഞ്ച് ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ ഹൈ റേഞ്ച് ഫാക്ടറിയിലെ വിശേഷങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന കോമ്പോ, അതിന്റെ കണ്ടന്റ്, അത് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹൈ റേഞ്ച് ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളിലോട്ട് കടന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്, ഏതൊക്കെ ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്, ഇതെല്ലാമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫാക്ടറിയിലോട്ട് പോവാം. എന്നാടാ ഞങ്ങളാ വിളിച്ചേ, പിണ്ണാക്ക് എടുക്കണം. ഞങ്ങള് മാവടി. അപ്പം നമുക്ക് എന്നാക്കെ ഐറ്റംസ് ഉള്ള മെയിനായിട്ട്? നിങ്ങൾക്ക് ബയോ ഐറ്റങ്ങൾ ഏത് വേണമെങ്കിലും പിണ്ണാക്ക് ഐറ്റംസ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അതിന്റെ നമുക്ക് കാണാൻ പറ്റും, സാമ്പിള് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ്. അപ്പം അവർക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ നമ്മളെ കാണിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ള റേച്ചേട്ടനാണ് ഇതിന്റെ ഓളിനോള്. അപ്പൊ റേച്ചേട്ടൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ റേച്ചേട്ടാ, ഇത് തന്നെ വേപ്പും കുരു ഒക്കെ കുറെ ഐറ്റം വെച്ചിട്ടുണ്ടല്ലോ, ഇത് എന്നൊക്കെയാണെന്ന്? ഓരോരോ സ്റ്റേറ്റിൽ നിന്നുള്ളതാണ്. സ്റ്റേറ്റ് തമിഴ്നാട് ഇതാണ് കൂടുതൽ ചെയ്യുന്നത്. തമിഴ്നാട് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇതാണ്. ടോപ്പ് ക്വാളിറ്റി, ഓയിൽ കണ്ടന്റ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. ഓക്കെ, ബെസ്റ്റ് ക്വാളിറ്റി. ഓക്കെ ഓക്കെ. ഓയിൽ കണ്ടന്റ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. ഓക്കെ ഓക്കെ. അപ്പം നാച്ചുറലി കുറച്ച് വിലയും ടോപ്പ് ക്വാളിറ്റി ഇതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്വാളിറ്റി ആണത്. ഇത് വന്നിട്ട് ഗുജറാത്ത്. ഇതൊരു ആവറേജ് ക്വാളിറ്റി പറയത്തുള്ളൂ. ഓക്കെ ഓക്കെ. കുഴപ്പമില്ല, പരിപ്പ് എല്ലാം ഉണ്ട്. കുറവാണ്, എന്നാലും കുഴപ്പമില്ല. തമിഴ്നാടിനെ അപേക്ഷിച്ച് അല്പം ഓയിൽ കണ്ടന്റ് കുറവാണ്. ഓയിൽ ഉണ്ട്, അത്ര ക്ലീനിങ്ങും അല്ല. ഒരു ക്ലീനിങ്ങിന്റെ ഒരു ഉണ്ട്. ഇതാണ് പക്കയാണ്. ഓക്കെ. ഇത് വന്നിട്ട് ഒറീസ. ഇതില് കോസ്റ്റിൽ വല്ല ഡിഫറൻസ് വരുന്നുണ്ടോ? അതുകൊണ്ട് ഒരു 40 രൂപ. 40 രൂപ. ഓക്കെ ഓക്കെ. സീഡ് അത്ര ഇതേപോലെ ആയിരിക്കും. പിന്നെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് തമിഴ്നാട് പരിപ്പായിരിക്കും. ഓക്കെ. അപ്പൊ ഈ വെച്ചിരിക്കുന്ന ഐറ്റം ഇത് തന്നെയാണ് പരിപ്പ്. ഇത് തമിഴ്നാടിന്റെ ആണോ? ഓക്കെ. അപ്പൊ നല്ല ക്വാളിറ്റി. ഇതാണ് ഇത് പരിപ്പെടുത്താണ് അരയ്ക്കുന്നത്. ഡബിൾ പരിപ്പൊക്കെ ആണല്ലോ. നല്ല ഓയിൽ കണ്ടന്റ്. നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് ഞെരടുമ്പോ തന്നെ അറിയാം അതിന്റെ ഓയിൽ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ. നല്ല രീതിയിൽ ഓയിൽ ക്യാമറ കാണാൻ കഴിയുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ നമുക്ക് കയ്യിൽ നോക്കിയതാണ്. നല്ല ഓയിൽ കണ്ടന്റ് ഉള്ളതാണ് പരിപ്പ് പിണ്ണാക്ക്. അപ്പൊ പരിപ്പ് പിണ്ണാക്ക് എന്നാ വിലയാണ്? നമുക്ക് പരിപ്പ് പൊതുവെ പരിപ്പിന് വില കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ പരിപ്പ് പിണ്ണാക്കിന് എന്നാ റേറ്റ് ആവും? ഓക്കെ ഓക്കെ. ഇത് നമ്മളെ തനി പരിപ്പെടുത്ത് എക്സ്പ്ലോറിൽ എടുക്കുന്ന അല്ലേ ഇത്? അപ്പൊ എക്സ്പ്ലോർ എടുക്കുമ്പോൾ ഓയിൽ കണ്ടന്റ് നല്ലോണം ഉണ്ടാവും. ഓക്കെ ഓക്കെ. നമ്മൾ ഇതിനകത്ത് നിന്ന് ഓയിൽ എടുക്കുന്നില്ലല്ലോ? നല്ലൊരു 12% ഓയിൽ ഉണ്ട്. 12%. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ പൗഡറാണ് ഏറ്റവും നല്ല ക്വാളിറ്റി, എക്സ്പോർട്ട് ക്വാളിറ്റി പൗഡർ ഫോം. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത കണ്ടന്റ് ഇതെന്ത് പിണ്ണാക്കാണ്? ഇത് കടലപ്പിണ്ണാക്ക്. റോട്ടറി ഉണ്ട്. റോട്ടറി ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഒറിജിനൽ. ഓക്കെ. നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ ഓക്കെ. തനി കടലയുടെ അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ക്വാളിറ്റി കടലപ്പിണ്ണാക്ക് നമുക്ക് ഏകദേശം എന്നാ കോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ? 65 രൂപ വരും. അപ്പൊ ഇതെന്നൊക്കെയാണെന്ന്? ഇത് ആവണക്ക് എക്സ്പെല്ലർ ആണ്. എക്സ്പെല്ലർ. ഇത് അതിൽ തന്നെ
പൗഡർ ഫോം അല്ലേ? ഹൈ പ്രോട്ടീൻ ആണ്. ഹൈ പ്രോട്ടീൻ ആണ്. ഹൈ പ്രോട്ടീൻ ആണ്. ഇത് തമ്മിൽ പ്രോട്ടീനിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? ഇത് വന്നിട്ട് 80% വരും. സോറി 50%. 50%. ഇത് വന്ന് 30%. ഓക്കെ. ഓക്കെ. ഇതാണ് മറ്റേ കാറ്റിൽ ഫീഡിനൊക്കെ. ഓക്കെ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആവണക്കാണിത്. നമുക്ക് നമ്മളെ കൃഷികൾക്ക് ആവണക്കിന്റെ ഒരു അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ ഫെർട്ടിലിറ്റി നല്ലപോലെ കൂട്ടും ആവണക്ക് പിണ്ണാക്ക്. അതേപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്നൊക്കെ മണ്ണിരകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. മണ്ണിരകളെ തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് ഈ ആവണക്ക്. ആവണക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആണല്ലേ? ഇതിനകത്ത് സിങ്കോ സൾഫർ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെന്ത് പിണ്ണാക്കാണ്? എക്സ്ട്രാ ഒരു പുങ്കമി ഓയിൽ. റേറ്റ് ഷോർട്ടേജ്. ഓക്കെ. 48 രൂപയോളം റേഞ്ച്. 48 രൂപ പുങ്കം. ഓക്കെ. പുങ്കം. ഈ ഇരിക്കുന്ന ഇലിപ്പ മഹുവ ചെക്കും അത് എക്സ്പെല്ലറും. ഓക്കെ. അപ്പം ഇതിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെ വരുന്നത് നമുക്ക്? 30 രൂപീസ്. ഇത് പൊതുവെ ഒരു എരിച്ചിലുള്ള സാധനം. ഇത് ഭയങ്കര പെസ്റ്റ് റിപ്പൽസി ഉള്ളതെന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ. പിന്നെ വെച്ചേക്കുന്ന ഈ പിണ്ണാക്ക് ലാസ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് എള്ളു പിണ്ണാക്ക്. ഓക്കെ. മണ്ണിൽ സിങ്കിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് അങ്ങനെ വേണം പറയാം. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ തരം പിണ്ണാക്ക് നമുക്ക് അവൈലബിൾ ആണല്ലേ? അപ്പൊ നമുക്ക് ഇത് ടൊബാക്കോ. ഓക്കെ. മൂക്കിപ്പൊടി മൂക്കിലൊന്ന് കേറിയതാ. ഈ മുട്ടത്തോട് നമ്മൾ ഇത്ര എവിടുന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുന്നുള്ളത്? മുട്ടകളുടെ കോഴികൾ നാമക്കല്ലിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻ ഗൾഫ് കൺട്രിയിലോട്ട് മുട്ട എക്സ്പോർട്ട് ചെയ്യും ഈ ബേക്കറിക്ക്. അപ്പൊ അതിന്റെ ഇത് വരുന്നതാണ്. ഒരു ദിവസത്തെ 20 ലൈസ് മുട്ടകളും അവർ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവർ ഇവിടുന്ന് പ്രോസസ് ചെയ്ത് ഷെൽ എടുത്തിട്ടാണല്ലേ കൊടുക്കുന്നത്? ഓക്കെ. നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിനകത്ത് വേറെ മായങ്ങളോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതിനകത്ത് നമ്മുടെ പ്ലാസ്റ്റർ പാരിസിന്റെ കണ്ടന്റ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ കൃത്യം പറയാം. ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കൃത്യം പറയുന്നത് ഫുള്ള് എക്സലാണ്. അത് നമുക്ക് കൃത്യം അറിയണമെങ്കിൽ അതൊന്നും ഇങ്ങനെ പൊടിച്ച് കഴിയുമ്പോൾ അത് പൊടിയുന്ന സൗണ്ട് വരെ നമുക്ക് കേൾക്കാൻ നല്ലപോലെ പൊടിയുന്ന സൗണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പൊടിയുന്നുണ്ട്. ആണോ? അത് നല്ലപോലെ പൊടിഞ്ഞ് നല്ല ക്വാളിറ്റി എക്സലാണ്. എക്സലിൽ ആവശ്യമുള്ളവർക്ക് നാച്ചുറൽ കാൽസ്യത്തിന്റെ സോഴ്സ് അല്ലേ? അപ്പൊ എക്സൽ ആവശ്യമുള്ളത് എക്സൽ ആഡ് ചെയ്യുക. പിന്നെ ഇത് നമുക്കറിയാം മഞ്ഞപ്പൊടി. പൊതുവെ നമ്മളെ മഞ്ഞപ്പൊടി ഒരു ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ എഫക്റ്റിന് ഉപയോഗിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അടുത്ത എല്ലുപൊടി വെച്ചേക്കുന്നത്. ഇത് എല്ലുപൊടി 2-3 ടൈപ്പ് വെച്ചേക്കുന്ന. തമിഴ്നാടുണ്ട്, കർണാടക ഉണ്ട്, എം പി ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ആസിഡ് കണ്ടന്റ് ഒക്കെ ഉള്ളതാണോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അങ്ങനെ ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ എല്ലെടുത്ത് ഒടിച്ചു നോക്കുക. എന്തെങ്കിലും ഒടിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശരിയാന്ന് പറയാം. എന്നെ ഇതുകൊണ്ട് ഒടിയത്തില്ല, നമുക്ക് ഒടിക്കാൻ പറ്റും. ആസിഡ് വാഷ് ചെയ്താണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു വരും. ഒടിഞ്ഞു പോകും. ഓക്കെ. ഇത് നല്ല ഒടിയുന്നൊന്നുമില്ല. പിന്നെ എല്ലാരും പറയാറുണ്ട് ആസിഡ് വാഷ് ചെയ്യാത്തതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാവുന്ന. എല്ലാം ഉണ്ട്. ഓക്കെ. ഏതാണ്ട് ഇഷ്ടം പോലെ പുഴുക്കളുണ്ട്. എല്ല് പിടിക്കാത്ത പുഴു ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഇതിനകത്ത് പുഴുക്കള്. അപ്പം ഇതിനകത്ത് ആസിഡ് ഒന്നുമില്ല നമ്മൾ വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ല പുഴു വണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 3 ക്വാളിറ്റിയിലുള്ള എല്ലുപൊടിയുണ്ട്. നമുക്ക് എല്ലുപൊടി എന്നാ റേറ്റ് വരുന്നത്? ഏകദേശം 38 രൂപ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റുകൾ എടുത്ത് പൊടിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് കണ്ടന്റുകളുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ പൊടിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ കോമ്പിനേഷൻ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഏതൊരു കസ്റ്റമർക്ക് ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള ഐറ്റം പിണ്ണാക്കുകളോ അല്ലെങ്കിൽ വേപ്പും കുരുവോ എല്ലുപൊടിയോ അല്ലെങ്കിൽ മുട്ടത്തോടോ എന്ത് കണ്ടന്റും ആയിക്കോട്ടെ അവർക്ക് സെലക്ട് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിന് പൊടിച്ചു തരും. അത് എന്ത് ക്വാളിറ്റി ആണെന്ന് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിച്ച് ക്വാളിറ്റി നമുക്ക് എടുക്കാൻ കഴിയും. നമുക്ക് ഒരിക്കലും ഒരു കടയിൽ പോയി പർച്ചേസ് ചെയ്യേണ്ട കാര്യം നേരെ ഫാക്ടറിയിലോട്ട് കമ്പത്തോട്ടേക്ക് വന്നാൽ മതി. നമ്മുടെ ക്വാളിറ്റിയിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് പൊടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നതാണ്. പൊടിച്ച് പാക്ക് ചെയ്ത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അവർ ഷിപ്പ് ചെയ്ത് വരെ തരുന്നതാണ്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി കുറവുള്ളവർ വണ്ടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഷിപ്പും ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് പൊടിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഫാക്ടറിയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ നമ്മുടെ കണ്ടന്റിലെല്ലാം എടുത്തുകൂടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ എടുത്തേക്കുന്ന കണ്ടന്റ് മെയിൻ ആയിട്ട് ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് മുസ്റ്റാർഡ് ഓർ എള്ള്, ഒന്നെങ്കിൽ എള്ള് പിണ്ണാക്ക് അല്ലെങ്കിൽ കടുക് പിണ്ണാക്ക് ഇതില്. പിന്നെ പൊങ്കമുണ്ട്, നീം കേക്ക് ഉണ്ട്, ബോൺമീൽ ഉണ്ട്, ഇലിപ്പയുണ്ട്,
കസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവണക്ക് വരും. പിന്നെ ടൊബാക്കോ പുകയിലയുടെ പൗഡർ ഉണ്ട്. പിന്നെ ബോറോൺ ഉണ്ട്, സിങ്ക് സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കുറച്ച് ഹ്യൂമിക്, ഫൾവിക്, അമിനോസ്, സീവീഡ്, പിന്നെ കടലപ്പിണ്ണാക്ക്. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഇത് നമ്മുടെ പുകയിലയാണ്. പുകയില നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടല എടുത്തേക്കുന്ന എക്സ്പ്ലറിൽ വന്നേക്കുന്നതാണ്. റോട്ടറി നമുക്ക് ചക്കിലാട്ടിയതാണ്. പുങ്കം നമ്മൾ എടുത്തിട്ടുണ്ട്. പുങ്കം നമ്മൾ എക്സ്പ്ലറാണ് എടുത്തിരിക്കുന്നത്. പുങ്കം നമുക്ക് 2 ചാക്കുണ്ട്. അതേപോലെ നമ്മൾ കടുകിന് പകരം ഇവിടെ എള്ളാണ് എടുത്തിരിക്കുന്നത്. എള്ളെടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ സിങ്കിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് സിങ്കിന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാനാണ് നമ്മൾ എള്ളെടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ പുങ്കം നമ്മൾ ആഡ് ചെയ്തേക്കുന്ന കാര്യം നമ്മുടെ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂടാനായിട്ട് നല്ല ഒരു കണ്ടന്റ് ആണ്. അതേപോലെ മണ്ണിരകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, മണ്ണിൽ ആഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് പുങ്കം. അതേപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ എയറേഷൻ നല്ല രീതിയിൽ പുങ്കമണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ നല്ല എയറേഷൻ ഉണ്ടാകും, നല്ല റൂട്ടിങ് ഉണ്ടാകും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ അതിനുവേണ്ടിയാണ് നമ്മൾ പുങ്കം ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇലിപ്പയും ഇതേപോലെ തന്നെയാണ്. നമുക്കറിയാം ഇലിപ്പയ്ക്ക് പൊതുവെ ഒരു എരിച്ചിലുള്ളതാണ്. അതുകൊണ്ട് നല്ല പെസ്റ്റ് റിപ്പലൻസ് കിട്ടും നമുക്ക്. നമ്മുടെ വേരിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റുകളെല്ലാം ഇതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഇതും എക്സ്പ്ലറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് എക്സ്പ്ലർ. നമുക്കിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഓയിൽ കണ്ടന്റ് നമുക്ക് അറിയാൻ കഴിയും. പെട്ടെന്ന് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എക്സ്പ്ലർ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ആവണക്കാണ്. ആവണക്ക് നമ്മൾ ആഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ ക്വാളിറ്റി നല്ലപോലെ ഇത് ഡെവലപ്പ് ചെയ്യും. അതേപോലെ പെസ്റ്റ് റിപ്പലൻസി ഒരേ സമയത്ത് നമുക്ക് നൽകുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഇത് പൗഡർ ഫോമാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള പൗഡർ ഫോമാണ് അത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആവണക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവണക്ക് നമുക്ക് കുറേ ബെനിഫിറ്റ് ഉള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ പൊതുവെ അല്പം വിലക്കുള്ളതാണ് ആവണക്ക്. ഇത് കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേപ്പും പിണ്ണാക്കാണ്. നമുക്ക് തമിഴ്നാടിന്റെ വേപ്പും കുരു തന്നെയാണ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള വേപ്പും കുരു തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് കൂടെ നമ്മൾ അഡീഷണലി അല്പം മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സിങ്ക് സൾഫേറ്റ്, പിന്നെ എല്ലുപൊടി നല്ല ക്വാളിറ്റി എല്ലുപൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലുപൊടി. പിന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് ഹ്യൂമിക്, ഫൾവിക്, അമിനോസ്, സീവീഡിന്റെ പൗഡർ ഫോം അല്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മളെ ബോറോൺ, നല്ല ക്വാളിറ്റി ബോറാക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഒരു പ്ലാന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരേ ടൈമിൽ നമുക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ ആയിട്ടാണ് നമ്മൾ ന്യൂട്രീഷൻ ചാർട്ട് ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. നമുക്ക് പിണ്ണാക്കൊക്കെ നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി പിണ്ണാക്കുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അല്പം ബഡ്ജറ്റ് കൂടി പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആവണക്കിന്റെ ഒരു പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് അവരവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് അത് ഏത് ക്വാളിറ്റി വേണം, നമുക്ക് വേപ്പും കുരു ഏത് ക്വാളിറ്റി വേണോ ആ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടത്തിന് കണ്ട് ഇഷ്ടപ്പെട്ട് തൂക്കിയെടുക്കാം. അതേപോലെ ഏതൊരു കണ്ടന്റും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് അവരവരുടെ അളവിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ ഒരു അളവിൽ ഞാൻ പൊടിച്ചെടുത്ത കോമ്പിനേഷൻ ആണ്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അതുപോലെ തന്നെ ചെയ്യാൻ കഴിയും. നമുക്ക് ഇത് പൊടിക്കാനുള്ള എങ്ങനെ പ്രോസസ്സ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് ഇത് പൊടിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അണ്ണൻ ഇത് എങ്ങനെയാണ് പൊടിക്കുന്നത്, എങ്ങനെയാണ് മേളിൽ കയറിയെന്ന് മിക്സായി എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് പൊടിഞ്ഞു വരുന്നത് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് പൊടിക്കുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരുന്നവർക്ക് സംശയം ഉണ്ടായിരിക്കാനാണ്. ഇതിവിടെ തട്ടും ആദ്യം. നമ്മൾ മൊത്തം 1000 കിലോ വെയിറ്റ്. 1000 കിലോ വെയിറ്റ്. അപ്പൊ ഇവിടെ തൂക്കം കാണിക്കും, എത്ര കിലോ കാണിക്കും. അത് നമുക്ക് അരച്ച് ഇവിടെ കയറിയിട്ട് അവിടെ പോയി സ്റ്റോറേജ് അതാണ് അരച്ചിട്ട് അടുത്ത സ്റ്റോറേജ് ലാസ്റ്റ് മിക്സ് ചെയ്യും. அங்கதான் நீங்க சொன்ன அந்த மேக்னெட் இருக்கும், மேக்னெட் வச்சிருக்கிறாங்க. നമുക്ക് ഇതിനകത്ത് എന്തേലും മെറ്റലിലെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അത് പിടിച്ചിട്ട് അങ്ങോട്ട് പൊടിക്കുന്നതിനകത്ത് പോകാതെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കയറി വരുന്നതിന് മാഗ്നറ്റ് ഈ ഇരുമ്പിന്റെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ കയറി വരും. അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പൗഡർ കിട്ടാനുണ്ട്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഓരോ കറക്കത്തിലും മേളിലോട്ട് നമുക്ക് പിണ്ണാക്ക് ഐറ്റംസ് കയറി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇടാൻ പോകുന്ന എള്ളു പിണ്ണാക്കാണ്. 50 കിലോ എള്ളു പിണ്ണാക്ക്. നമുക്ക് നമ്മൾ ഇടുന്ന കണ്ടന്റിന്റെ വെയിറ്റ് ഇവിടെ കൃത്യം നമുക്ക് അറിയാൻ കഴിയും. കിലോ പിണ്ണാക്ക്, എള്ളു പിണ്ണാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇടുന്ന പുങ്കമാണ്. പുങ്കവും നമുക്ക് 50 കിലോ ഉണ്ട്. ഇവിടെ ഇതില് അളറിലോട്ട് നമ്മൾ പിണ്ണാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ കറക്റ്റ് തൂക്കം നമുക്ക് കാണാൻ കഴിയും.
അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന വേപ്പും കുരുവാണ്. നമ്മൾ നല്ല ക്വാളിറ്റി തമിഴ്നാട് കുരു തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളിങ്ങനെ പല കണ്ടന്റ് ആഡ് ചെയ്യുന്നത് ഒരു ചെടിക്ക് എന്തൊക്കെ ന്യൂട്രിയൻസ് വേണോ അതെല്ലാം കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. നമ്മൾ കുരു ഇട്ടാൽ നല്ല പൗഡർ ഫോമിൽ അവിടെ വരത്തില്ലേ? തിരിച്ച ഇലിപ്പ പിണ്ണാക്കാണ് അടുത്ത. ആവണക്ക നമ്മുടെ കൂട്ടത്തിലെ സ്പെഷ്യൽ ആളാ. ഈ ഡിസ്റ്റിന്റെ ഓർഡൻസ് അല്ല ഇടുന്നത് കേട്ടോ. എല്ലാം കളഞ്ഞു വന്നിരുന്നു. ശരിയാ എത്രയാ? 450 700 പറഞ്ഞു ഇല്ല. ടുബാക്കോ ഇതിന്റെ മണ സഹിക്കാൻ പറ്റാത്ത തുമ്മല്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് മൈക്രോ ന്യൂട്രിയൻസിന്റെ കണ്ടന്റ് ആണ്. അത് സിങ്ക് സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ്, ബോറാക്സ്. അതിൽ സ്പെഷ്യൽ ആള് ബോറാക്സ് ആണ്. ടർക്കി മെയ്ഡ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ബോറോണാണ്. നമുക്കിവിടെ കേരളത്തിലൊന്നും അത് അവൈലബിൾ ആയിട്ട് കണ്ടിട്ടില്ല. ഏകദേശം കിലോയ്ക്ക് 130 രൂപയോളം വില വരുന്ന ഒരു പ്രോഡക്റ്റാണിത്. മഗ്നീഷ്യം, സിങ്ക്, ബോറോണ്, എല്ലുപൊടി. ഇനി ലാസ്റ്റ് 3 കണ്ടന്റ് വരുന്നത് ഹുമിക്, സീവീഡ്, ഫൾവിക്, അമിനോസ്. 4 കണ്ടന്റോടെ വരുന്നത്. ആഡ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് കണ്ടന്റുകളാണ് ഹുമിക്, സീവീഡ്, ഫൾവിക്, അമിനോസ് ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന എന്നാണ് ഇത്? ഹുമിക്. നല്ല ക്വാളിറ്റി ഹോമിക്കാണ്. ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് 1 കിലോ 400 രൂപയൊക്കെ റേഞ്ച് വരുന്നില്ലേ ഇപ്പൊ? അടുത്ത തന്നെയാണോ ആഡ് ചെയ്യുന്നത്? ബാലൻസ്. അടുത്ത കണ്ടിട്ട് നല്ല ഫൾവിക്കാണ്. നല്ല ബ്രൂ കാപ്പിയുടെ മണം തന്നെ ഫൾവിക്ക്. കളർ എന്റെ കയ്യിൽ ആ വേപ്പെണ്ണയുടെ നമ്മളാ കുരുവിട്ട് ഞെരടിയൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അടുത്ത കണ്ടന്റ് അമിനോസ് ആണ്. നമ്മൾ അമിനോസ് ആണ്. ശരിക്കും നമുക്കറിയാം നമ്മൾ പല രീതിയിൽ അമിനോസ് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്.
നമ്മൾ കുറച്ച് റൂട്ടിലൂടെ കൊടുക്കണം, നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെന്റ്സ് അതേപോലെ നല്ല കായ് സെറ്റിങ്സിനൊക്കെ വേണ്ടി കുറച്ച് അമിനോസിന്റെ പൗഡറും കൂടെ, അമിനോസും ഫൾവിക്കും ഹൊമിക്കും കൂടെ ചേർന്നത് ഏട്ടാ തുടങ്ങി. നമ്മൾ അടുത്ത ആഡ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് സീവീഡാണ്. നല്ല ക്വാളിറ്റി പൗഡർ ഫോമിലുള്ള സീവീഡ്. നമ്മൾ ആഡ് ചെയ്യുന്ന ലാസ്റ്റ് കണ്ടന്റാണ് കടലപ്പിണ്ണാക്ക. നമ്മൾ കടലപ്പിണ്ണാക്ക് കുറച്ചാണ് എടുക്കുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കുറച്ച് കുറയ്ക്കുകയും ചെയ്തു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. കാരണം നമ്മൾ അഡീഷണലി ഒരു 10 കിലോ ബോറോൺ കൂടുതൽ ചേർത്തുകൊണ്ട് തന്നെ കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കുറച്ച് നമ്മൾ നിജപ്പെടുത്തി. ഓൾറെഡി നമ്മുടെ മണ്ണിൽ നൈട്രജൻ നല്ലപോലെ ഉണ്ട്. എല്ലാ പിണ്ണാക്കിലും നൈട്രജൻ കുറച്ചുള്ളതുകൊണ്ട് തന്നെ കടലപ്പിണ്ണാക്കിൻ്റെ അളവ് ഇച്ചിരി കുറച്ചുകൊണ്ട് അതിന് പകരം നമ്മൾ കൂടുതൽ ബോറോൺ ആഡ് ചെയ്യുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം കണ്ടന്റ് ചെറിയ മാറ്റങ്ങളും കുറച്ച് ആഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തൂക്കത്തിൽ ഒരു 100 കിലോ മിച്ചത്തോളം കൂടുതൽ വന്നിട്ടുണ്ട് ഒരു ബാച്ചിൽ തന്നെ. അപ്പോൾ നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം അളറിലോട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വർക്കിംഗ് എല്ലാം മെഷീനറിക്കകത്താണ്. അപ്പോൾ ഡ്രൈവ് വഴി ഈ അളറി കിടക്കുന്ന സാധനങ്ങളെല്ലാം പൊടിക്കുന്ന മെഷീനിലോട്ട് പോയിക്കോളും. അതിൻ്റെ ഔട്ട് വരുന്നതും കാര്യങ്ങളെല്ലാം വേറെ സ്ഥലത്താണ്. ആ കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിലാണ്. നമ്മുടെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. അതുകൊണ്ട് എല്ലാ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ഔട്ട് വരുന്നത് അതിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് കാണിക്കാം. അതുകൂടാതെ അടുത്ത എപ്പിസോഡിൽ അവരുടെ ഗ്രീനിക്സ് മീലിൻ്റെയും അതേപോലെ തന്നെ അവരുടെ വേപ്പും പിണ്ണാക്ക് നല്ല ചക്കിലാട്ടി വേപ്പും പിണ്ണാക്കിൻ്റെ ക്വാളിറ്റി അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് കാണിക്കാം. പിന്നെ അവരുടെ എന്തൊക്കെ സാധനങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫാക്ടറിയുടെ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇവർ നമ്മുടെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.